ഹരി ഓം. ഗുരുക്കന്മാരെ പൂജിക്കേണ്ടത് പലതരത്തിലാണ്. ഓരോ ഗുരുക്കന്മാരും ഓരോ തരത്തിൽ ഇഷ്ടപ്പെടാം. ചിലവർക്ക് അവരെ പാദം കഴുകിക്കൊടുത്തും അവരുടെ കൂടെ ഇരുന്നും അവർ പറയുന്ന ശ്രവിച്ചും ഒക്കെ ഇരിക്കുമ്പോഴാണ് അവർക്കത് ഇഷ്ടപ്പെടാം. അതുപോലെ അവർക്ക് സേവനങ്ങൾ ചെയ്തും ഒക്കെ ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇച്ഛപ്രകാരം പല കർമ്മങ്ങൾ, അതായത് കർമ്മങ്ങൾ ചെയ്യുക, നിഷ്കാമപരമായ കർമ്മങ്ങൾ ചെയ്യുക, അത് പ്രകാരം ഗുരുവിന് ഒരു മേന്മ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു, അതായത് ഗുരുക്കന്മാരിലും ശ്രേഷ്ഠ ഗുരുക്കന്മാരും മധ്യമ ഗുരുക്കന്മാരും അധമ ഗുരുക്കന്മാരും ഉണ്ട്. അങ്ങനെയുള്ള മധ്യമ ഗുരുക്കന്മാർ ചിന്തിക്കാം. ഇത് പറയണതൊക്കെ മധ്യമ ഗുരുക്കന്മാർക്കുള്ളതാണ്. അധമ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാ പറഞ്ഞാൽ, അവരെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല, ശിഷ്യനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതനുസരിച്ച് അവർ ഉപയോഗിച്ചിട്ട് അവർ സ്വയം തൃപ്തിപ്പെടും. കാരണം എല്ലാവരുടെയും ഗുരുക്കന്മാരല്ലേ എന്ന് വെച്ചാൽ ശിഷ്യൻ ഗുരുവായിട്ട് കണ്ടു കഴിഞ്ഞാൽ അധമനായ ഒരാളും ഗുരു തന്നെയാണ്, മധ്യമനായ ആളും ഗുരുവാണ്, ഉത്തമനായ ആളും ഗുരുവാണ്. അപ്പൊ ഒരു ഗുരുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഗുരു ഏത് തലത്തിലുള്ളതാണെന്ന് ശിഷ്യനെ അറിയില്ല. ആ ഗുരുവിന്റെ സ്വഭാവം അനുസരിച്ച് ഗുരുവായിട്ട് കണക്കാക്കുകയും ചെയ്തു. ആ ഗുരുവിനെ ഞാൻ ഗുരുവായിട്ട് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് ആ രീതിയിലാണ്. അപ്പൊ ഉത്തമ ഗുരുക്കന്മാര്, മധ്യമ ഗുരുക്കന്മാര്, അധമ ഗുരുക്കന്മാര്. അധമ ഗുരുക്കന്മാരെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല, അവര് തൃപ്തിപ്പെടുത്താനായിട്ട് ശിഷ്യനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയും അതനുസരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അത് അവരുടെ വശം. മധ്യമ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത് എങ്ങനെയാണ് അവരെ ഒന്ന് ഉയർത്താനായിട്ടും അവരെ ഒന്ന് ലോക സമ്മതനായി തീരാനായിട്ടും ശിഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേ, ശിഷ്യന്റെ ഉന്നമനത്തിനല്ല ഗുരുവിന്റെ ഉന്നമനത്തിനായിട്ട് വേണ്ടി ചെയ്യുകയാണ് മധ്യമ ഗുരുക്കന്മാര് ചെയ്യുക. അവരെ ശുശ്രൂഷിക്കലും അതൊക്കെയാണ് അവർക്ക് താല്പര്യം. ഉത്തമ ഗുരുക്കന്മാര് പറഞ്ഞാൽ ഇക്കൂട്ടത്തിലൊന്നും പറഞ്ഞ ആൾക്കാരല്ല. അവരെന്താ പറഞ്ഞാൽ അവരെന്താണോ സത്യം കണ്ടത് ആ സത്യത്തെ ശിഷ്യനും കാണണം എന്നുള്ള ഉൾക്കാഴ്ചയുള്ളവരാണ്. അതിനനുസരിച്ച് ചിലപ്പോ രജോ ഗുണപരമായ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാവാം, ഷാഢ്യങ്ങൾ ഉണ്ടാവാം, തർക്കങ്ങൾ ഉണ്ടാവാം, പലതും ഉണ്ടാവാം. സ്നേഹത്തിൻ്റെതായ ഭാഷയൊന്നും അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ സ്വാമിക്ക് ക്രോധത്തിൻ്റെതായ ഭാവം പോയിട്ടില്ല, രജോ ഗുണപരമായ ഭാവത്തിലൂടെയാണ് ഗുരു സംസാരിക്കുന്നത്, ഗുരു ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ ഒഴിവാക്കി കളയുകയല്ല ചെയ്യേണ്ടത്. രജോഗുണപരമായ കാര്യങ്ങളിൽ പ്രതിഫലം ഇച്ഛിക്കാത്തതായ ശിഷ്യന്റെ ഉയർന്ന ഭാവം കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ളൊരു ഗുരുവിൽ നിന്ന് വന്നിട്ടുള്ളതായ പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാക്കി ഉത്തമ ശിഷ്യന്മാര് ഗുരുവിന്റെ കൂടെ നിൽക്കും. അല്ലാത്ത ശിഷ്യന്മാര് മധ്യമ ഗുരുക്കന്മാരെയും അധമ ഗുരുക്കന്മാരെയും തേടിപ്പോകും. ചിലപ്പോൾ ഗുരു ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്നവരും ഉണ്ട്. അപ്പൊ താൻ എത്ര ഉയർന്നോ തന്നേക്കാൾ ഉയരണം എന്ന് മനസ്സിലാക്കുന്നവനാണ് ഉത്തമനായ ഗുരു. ഉത്തമനായ ഗുരുവിന്റെ ലക്ഷണം അങ്ങനെയാണ്. താൻ കണ്ടതായ സത്യം കാണിച്ചു കൊടുത്ത്, താൻ ഇതുവരെ കണ്ടതായ സത്യം കാണിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ആ സത്യത്തെക്കുറിച്ച് അനുഭവമാക്കാനായിട്ട് ശിഷ്യനെ പര്യാപ്തനാക്കിയിട്ട് അതിനുശേഷം എങ്ങനെ ജീവിക്കണമെന്നും ജീവിതചര്യയിൽ ആ ശിഷ്യന് എന്തെങ്കിലും അപജയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമ ഗുരുക്കന്മാരെന്ന് പറയാം. ഉത്തമ ഗുരുക്കന്മാരെ എങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെന്താണ് ശിഷ്യൻ എന്നുള്ള നിലയിൽ ശിഷ്യനെ കാണുന്നത് പറഞ്ഞ് അത് മനസ്സിലാക്കി യഥോചിതം ചെയ്യുന്നവനാണ് ഉത്തമ ശിഷ്യൻ എന്ന് പറയുന്നത്. ഉത്തമ ശിഷ്യൻ തൃപ്തനാക്കേണ്ട വിധം ഉത്തമ ശിഷ്യൻ അറിയാം ഗുരു എന്ത് സങ്കല്പത്തിലാണ് ശിഷ്യനാക്കിയത്, താൻ എന്ത് സങ്കല്പ പ്രകാരമാണ് ഒരു ഗുരുവെ സ്വീകരിച്ചത് എന്നുള്ള ഉത്തമ ശിഷ്യനെയും ഉത്തമ ഗുരുവിനെയും ബോധ്യമുണ്ട്. അപ്പൊ തൃപ്തിയാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമായി തീരും. കാരണം അത് അങ്ങനെ ആയിരിക്കും ആ രീതികളൊക്കെ. എങ്ങനെയാണ് തൃപ്തനാക്കേണ്ടത് എന്നുള്ളതല്ല, ആ ശിഷ്യൻ എങ്ങനെ, ശിഷ്യൻ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് ഗുരുവിനും കണ്ടുപിടിക്കാത്തതായിരിക്കും അവരുടെ രീതികളൊക്കെ. ആ ഉത്തമരാവാനായിട്ട് തുടക്കത്തിൽ കുറെ ശിക്ഷണങ്ങളൊക്കെ വേണ്ടി വരും. ഉത്തമരായി കഴിഞ്ഞാൽ പിന്നെ ശിക്ഷണങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഗുരു എന്ത് ഇച്ഛിക്കുന്നോ അത് ശിഷ്യനും അറിയാൻ പറ്റും, അതനുസരിച്ച് പ്രവർത്തിക്കും. ശിഷ്യന്റെ മനോനില അനുസരിച്ചിട്ടാണ് ഗുരു ഉണ്ടാവുക. കാരണം അതിലൊരു ഭേദങ്ങൾ വരുന്നില്ല, രണ്ടും പരസ്പര തുല്യമായിരിക്കും. അങ്ങനെയാണ് ഉത്തമത്തിലുള്ളത്.
അപ്പോ ഗുരുക്കന്മാരെ സാധാരണക്കാര് പൂജിക്കുമ്പോ എന്ത് കൊടുത്താലും ഗുരുവായിട്ട് ഇവര് കാണുന്നുണ്ടാവും, ശിഷ്യനായിട്ട് ഗുരു കാണാത്രത്തോളം സാധാരണ ഒരു ലൗകിക തരത്തിലുള്ള പൂജയും ഇതൊക്കെ ആവുള്ളൂ, ബഹുമാനൊക്കെയാണ് ആവുള്ളൂ. കാരണം ലൗകിക ദൃഷ്ട ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പൂജിക്കുന്നത്. അപ്പൊ അവര് അതിന് വെച്ചിട്ട് അതുപോലെ ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ലൗകിക കാംക്ഷ വെച്ച് ചെയ്യുന്നവർക്ക് അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞാൽ അത് ഓരോ സമയം സന്ദർഭം അല്ലെങ്കിൽ കാര്യങ്ങൾ വെച്ച് വരും. കാരണം ഇപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു മകളേനെ ഒരു സാമൂഹ്യയിൽ നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ വെറ്റിലയും മടക്കിയും 101 രൂപ അല്ലെങ്കിൽ 501 രൂപയൊക്കെ വെച്ചിട്ട് നമസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. അതില് കാവി മുണ്ട് വെക്കുന്നവരുണ്ട്, വെള്ളം മുണ്ട് വെക്കുന്നവരുണ്ട്, പലതും ഉണ്ട്. അപ്പോ ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് ലൗകിക ദൃഷ്ട്യ അവർക്ക് ലൗകികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് ചെയ്യണത്. അപ്പൊ അത് വളരെ ഭക്തിപൂർവ്വം ബഹുമാനപൂർവ്വമാണ് ചെയ്യണത്. അതില് അവര് ചെയ്യുന്നതായ ആ കാര്യങ്ങളില് തെറ്റായ രീതി ശരിയായ രീതി അങ്ങനെയുള്ളതൊന്നുമില്ല. ആ സന്ദർഭം അനുസരിച്ച് വളരെ ബഹുമാനപൂർവ്വം ആചരണങ്ങൾ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് അവർ ആ സമയത്ത് തോന്നുന്ന പ്രകാരം ചെയ്യണമെന്നുള്ളൂ. അതൊക്കെ ആധ്യാത്മികരായിട്ട് പോകുന്ന ഒരാൾ ഗുരുവിനെ തൃപ്തിപ്പെടുത്തേണ്ടത് ഈ 3 തരത്തിലാണ്. അധമോനായ ഗുരുവിനെ തൃപ്തിപ്പെടുത്തേണ്ട അദ്ദേഹം ശിഷ്യനില് എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ നിർബന്ധപൂർവ്വം അത് വാങ്ങിക്കാനുള്ള കഴിവുണ്ട്. മധ്യമ ഗുരുക്കന്മാര് ഇത്തരത്തിലാണെന്ന് പറഞ്ഞു. ഉത്തമ ഗുരുക്കന്മാര് ശിഷ്യന്റെ അധ്യാത്മ ഉന്നതി മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കുക. ആദ്യത്തെ ശിഷ്യൻ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ശിഷ്യൻ ഗുരുവിന്റെ ഇംഗിതം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണ്. ഹരി ഓം.